ممتدة للجنة العليا لفردوس ظليل يا صديقي هذه الدنيا متاع. പുലർച്ചെ 2 മണിക്ക് അലാറം കേട്ട് മനസ്സില്ലാ മനസ്സോടെ എഴുന്നേൽക്കുമ്പോൾ വല്ലാത്ത ഒരു ഭീതിയായിരുന്നു. ഇന്നു പരീക്ഷയാണ്. ഞാൻ പഠിച്ച ഭാഗങ്ങൾ അവിടെ വരുമോ? എനിക്ക് അവ നന്നായി എഴുതാൻ സാധിക്കുമോ? ഈ അവസാന നിമിഷത്തിൽ ചെയ്തു തീർക്കേണ്ട ഓട്ടപ്രദക്ഷിണം എനിക്ക് സാധിക്കുമോ? ഞാൻ പഠിക്കാതെ വിട്ട അനേകം ഭാഗങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. ഒരു നിമിഷം ഇനി പാഴാക്കാനില്ല. ആഞ്ഞു ശ്രമിക്കുക തന്നെ. വെള്ളം തലയിലൂടെ ഒഴിച്ച് ഞാൻ പഠിക്കാൻ തുടങ്ങി. സമയം ഇങ്ങെത്താറായി. നല്ലവണ്ണം എഴുതുന്ന പേന മുതൽ ഇടയ്ക്കിടയ്ക്ക് കുടിക്കാനുള്ള വെള്ളം വരെ സകലതും എടുത്തൊരുങ്ങി. എല്ലാം എടുത്തിട്ടുണ്ട് എന്ന് ഒരിക്കൽ കൂടി ഉറപ്പുവരുത്തി. ഹൃദയം ആകുലതകളാൽ പെരുമ്പറ കൊട്ടി. പരീക്ഷാ ഹാളിലേക്ക് ഞാൻ നടന്നു. മുൻകൂട്ടി സമയം നിശ്ചയിക്കാത്ത ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് നാം. ക്ഷണിക്കാത്ത അതിഥിയായി മരണമെത്തുന്നതോടെ അവസാനിക്കുന്ന മുന്നൊരുക്കങ്ങൾ. മരണാനന്തരം നാം ഓരോരുത്തരും നേരിടേണ്ട പരീക്ഷ. അവിടെ കോപ്പിയടിയോ മോഡറേഷനോ സപ്ലിമെൻ്ററികളോ ഇല്ല. മൂല്യനിർണയം നടത്തുന്നത് അന്യായം പ്രവർത്തിക്കാത്ത, ഭൗതികമായ ന്യൂനതകളില്ലാത്ത നീതിമാനായ ദൈവത്തിൻ്റെ കോടതി. പരാജയപ്പെട്ടാൽ കല്ലും മനുഷ്യരും കത്തിക്കപ്പെടുന്ന തീജ്വാലകളുള്ള നരകത്തിലാണ് പിന്നീട് വാസസ്ഥലം. ജയിച്ചാൽ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത സുഖാനുഭൂതികൾ നിറഞ്ഞ സ്വർഗവും. ആ പരീക്ഷയ്ക്ക് നാം ആരെയാണ് കാത്തുനിൽക്കുന്നത്? നമ്മുടെ ശവമഞ്ചം ചുമക്കേണ്ടവരെ പോലും നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞു. ഇന്നലകളിൽ നമ്മുടെ കൂടെ ക്ലാസ്സിലിരുന്ന സുഹൃത്തുക്കൾ, കുടുംബക്കാർ, അയൽവാസികൾ അവരുടെ കർമ്മങ്ങളുമായി ഈ പരീക്ഷയ്ക്കു വേണ്ടി 3 കഷ്ണം തുണിയിൽ ആ യാത്ര പോയെങ്കിൽ നമുക്കും പോയേ തീരൂ. ഏതൊരു ദേഹവും മരണം ആസ്വദിക്കുന്നതാണ്. നിങ്ങളുടെ പ്രതിഫലങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായി നൽകപ്പെടുകയുള്ളൂ. അപ്പോൾ ആർ നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്യുന്നുവോ അവനാണ് വിജയം നേടുന്നത്. ഐഹിക ജീവിതം കബളിപ്പിക്കുന്ന ഒരു വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. പോകണം എന്നത് തീർച്ചയാണെങ്കിൽ ഒരുങ്ങണം എന്നത് നിർബന്ധമാണ്. സുഹൃത്തേ, വാർഷിക പരീക്ഷയും കഴിഞ്ഞ് അവധിക്കാലം അടിച്ചുപൊളിക്കാൻ ഒരിക്കൽ കൂടി ഒരുങ്ങുകയാണ് നാം. ടൂർ പോകേണ്ട സ്ഥലങ്ങൾ തീരുമാനിക്കപ്പെട്ടു. കണ്ടു തീർക്കേണ്ട സിനിമകൾ സേവ് ചെയ്ത് കഴിഞ്ഞു. കടം വീട്ടാനുള്ള ഉറക്കം ഉറങ്ങിത്തീർത്തിട്ടു തന്നെ ബാക്കി കാര്യം. അങ്ങനെ ഉപകാരപ്രദമായി ഒന്നുമില്ലാതെ ഇത്തവണയും അവധിക്കാലം കടന്നുപോകും. പിന്നെ പതിവ് പോലെ വീണ്ടും സ്കൂൾ പഠന തിരക്കുകളിലേക്ക്. ഇല്ല, ഇത്തവണ നാം അങ്ങനെ ആയിക്കൂടാ. അവധിക്കാലം നാം ആസ്വദിക്കണം. സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നാഥനെ അറിഞ്ഞ്, നമ്മെ സ്നേഹിച്ച പ്രവാചകനെ ഉൾക്കൊണ്ട്, നമുക്ക് വേണ്ടി മാത്രം ജീവിച്ചു തീർത്ത പൊന്നുമ്മയുടെ ഉപ്പയുടെ മനസ്സു മനസ്സിലാക്കി, നാം തനിച്ചാകുന്ന സ്വകാര്യതകളിൽ ചെയ്തുകൂട്ടുന്ന അരുതായ്മകൾക്ക് അന്ത്യം കുറിക്കാനുള്ള വഴികൾ തേടി നല്ലൊരു കരിയർ സ്വന്തമാക്കി വീടിനും നാടിനും രാജ്യത്തിനും സേവനം ചെയ്യുന്ന ഒരു ഉത്തമ പൗരനായി ജീവിച്ച് മരിച്ച് അവസാനം നാളെ പരലോകത്തെ പരീക്ഷയിലും ഉന്നത റാങ്ക് കരസ്ഥമാക്കുന്ന സൗഭാഗ്യവാന്മാരാകാൻ വിസ്ഡം ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ ഒരുക്കുന്ന ഇഖ്റ മോറൽ സ്കൂളിന് നിങ്ങളെ സഹായിക്കുവാനാകും. ഇൻഷാ അല്ലാഹ്. നന്മയുടെ നേരിൻ്റെ വഴിയിൽ വിജ്ഞാനവും വിനോദവും വിവരസാങ്കേതിക വിദ്യയും കോർത്തിണക്കിയ 10 ദിവസങ്ങൾ. വരിക,
കൂട്ടുകാരെ കൂടെ കൂട്ടുക. നാഥൻ അനുഗ്രഹിക്കട്ടെ. ആമീൻ. يا إخوة الإسلام إنا وحدة لا نرتضي للمسلمين سفاها. يا إخوة